everyone, it's Poonam. I'm sorry I've caused this tear and I'm sorry to those whom I've hurt. മരിച്ചു എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ശേഷം പൂനം പാണ്ഡെ വീണ്ടും ജീവനോടെ എത്തിയിരിക്കുകയാണ്. നടിയും മോഡലുമായ പൂനം പാണ്ഡെ അന്തരിച്ചെന്ന വാർത്ത വലിയ ഞെട്ടലാണ് ചലച്ചിത്ര ലോകത്തിനുണ്ടാക്കിയത്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാം പോസ്റ്റിലാണ് പൂനം പാണ്ഡെ മരിച്ചുവെന്ന വാർത്ത പുറത്തുവന്നത്. അതിനുശേഷം അവരുടെ മാനേജർ ഈ വിവരം മാധ്യമങ്ങളോട് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അന്ത്യകർമ്മങ്ങളോ മറ്റു വിവരങ്ങളോ ഒന്നും പുറത്തുവരാത്ത സാഹചര്യത്തിൽ പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു. സെർവിക്കൽ ക്യാൻസറിനെ തുടർന്ന് പൂനം മരണപ്പെട്ടുവെന്നാണ് പുറത്തുവന്ന വാർത്തകൾ. എന്നാൽ ഈ വാർത്ത സത്യമായിരുന്നില്ല. ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചിട്ടില്ല, എന്നെ സെർവിക്കൽ ക്യാൻസർ ബാധിച്ചിട്ടില്ല. പക്ഷേ ഈ രോഗത്തെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ച് അറിവില്ലാത്തതിനാൽ ആയിരക്കണക്കിന് സ്ത്രീകളുടെ ജീവൻ അത് അപഹരിച്ചിട്ടുണ്ട്. മറ്റ് അർബുദ രോഗങ്ങളെപ്പോലെയല്ല സെർവിക്കൽ ക്യാൻസർ. പൂർണ്ണമായും തടയാവുന്നതാണ്. രോഗം നേരത്തെ തിരിച്ചറിയുന്നതിലൂടെയും വാക്സിനിലൂടെയും സെർവിക്കൽ ക്യാൻസറിനെ ചെറുക്കാനാവും. ഈ അവബോധം സൃഷ്ടിക്കാനാണ് ഇത്തരമൊരു വാർത്ത പ്രചരിപ്പിച്ചതെന്നാണ് പൂനം പാണ്ഡെയുടെ വിശദീകരണം. വേദനിപ്പിച്ചതിന് മാപ്പ് ചോദിച്ചാണ് പൂനം ഇൻസ്റ്റഗ്രാമിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി സെർവിക്കൽ ക്യാൻസർ മൂലം നടി മരണപ്പെട്ടെന്ന വാർത്ത വന്നതിന് പിറ്റേന്നാണ് ഇൻസ്റ്റഗ്രാമിൽ ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. ഉത്തർപ്രദേശിലെ വീട്ടിൽ മരിച്ച നിലയിൽ താരത്തെ കണ്ടെത്തിയെന്നായിരുന്നു വാർത്ത. എന്നാൽ ഈ വാർത്തയോട് നടിയുടെ കുടുംബം പ്രതികരിച്ചിരുന്നില്ല. അതിനുശേഷം അവരുടെ മാനേജർ ഈ വിവരം മാധ്യമങ്ങളോട് സ്ഥിരീകരിക്കുകയും ചെയ്തു. പൂനത്തിന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ പങ്കിട്ട ഒരു പോസ്റ്റിലാണ് മരണവാർത്ത ആദ്യം എത്തിയത്. ഇന്നത്തെ പ്രഭാതം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. സർവിക്കൽ ക്യാൻസർ ബാധിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട പൂനത്തെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെന്ന് നിങ്ങളെ അറിയിക്കുന്നതിൽ അഗാധമായ ദുഃഖമുണ്ട് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ട ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. മുൻപും നിരവധി അവസരങ്ങളിൽ പൂനം പാണ്ഡെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. ടീം ഇന്ത്യ ക്രിക്കറ്റ് ലോകകപ്പ് വിജയിച്ചാൽ താൻ വിവസ്ത്രയാകുമെന്നായിരുന്നു പ്രഖ്യാപനങ്ങളിൽ ഒന്ന്. ഇതോടുകൂടി ഇവർ ദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമായി. പൂനത്തിന്റെ വിവാഹം പോലും മറ്റൊരു വിവാദത്തിന്റെ തുടക്കമായിരുന്നു. സാം ബോംബെ എന്നയാളെ വിവാഹം ചെയ്ത് അധിക ദിവസങ്ങൾ കഴിയും മുൻപേ ഗാർഹിക പീഡന പരാതി ഉയർത്തി പൂനം വീണ്ടും വാർത്തകളിൽ മടങ്ങിയെത്തി. 4 ദിവസം മുൻപാണ് പൂനം പാണ്ഡെ ഗോവയിൽ പാർട്ടിയിൽ പങ്കെടുക്കുന്നതിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തത്. വീഡിയോയിൽ പൂർണ്ണ ആരോഗ്യവതിയായാണ് താരത്തെ കാണുന്നത്. ഇത്തരത്തിൽ പൂർണ്ണ ആരോഗ്യവതിയായ ആൾ എങ്ങനെയാണ് പെട്ടെന്ന് ക്യാൻസർ ബാധിതയായി മരണമടയുന്നതെന്നാണ് പലരുടെയും ചോദ്യം. സംശയങ്ങൾ ഉയരുന്നതിനിടെ നടിയുടെ മരണം പബ്ലിസിറ്റി സ്റ്റണ്ടാണെന്ന ആരോപണവും സോഷ്യൽ മീഡിയയിൽ ശക്തമാകുന്നുണ്ട്. സെർവിക്കൽ ക്യാൻസറിനെതിരെയുള്ള ക്യാമ്പയിന്റെ ഭാഗമായുള്ള പബ്ലിസിറ്റി സ്റ്റണ്ടാണ് മരണമെന്നും ചിലർ ട്വീറ്റുകളിലൂടെയും ഉന്നയിച്ചു. I'm sorry I've caused this tear and I'm sorry to those whom I've hurt. My intention? To shock everyone into the conversation that we are not talking enough about, which is cervical cancer. Yes, I faked my demise. Extreme, I know. But suddenly we all are talking about cervical cancer, aren't we? It's a disease that silently takes your life. And this disease needed the spotlight urgently.